ശബരിമല സന്നിധാനത്തേക്ക് അയ്യപ്പ ഭക്തരുടെ ഒഴുക്ക് തുടരുകയാണ്. തീർത്ഥാടനത്തിന്റെ 10ാം ദിവസമായി ഇന്നലെ 95,000 ഭക്തരാണ് എത്തിയത്. സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിച്ചതോടെ ഇന്ന് തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ട്. MG പ്രതീഷ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രതീഷ്, സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം വന്നതോടുകൂടി തന്നെ തിരക്കിൽ വലിയ കുറവുണ്ടാവുന്നുണ്ട്. ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്ന സാഹചര്യമുണ്ട്. എന്താണ് ഇന്നത്തെ സന്നിധാനത്തെ കാഴ്ചകൾ? ഒപ്പം ഇന്നലത്തെ ഭക്തരുടെ കണക്ക്, അതിന്റെ വിശദാംശങ്ങൾ കൂടി MG പ്രതീഷ്. റിജിത്ത്, മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ 11ാം ദിവസമാണ് ഇന്ന്. പുലർച്ചെ 3 മണിക്ക് നട തുറന്നത് മുതൽ തീർത്ഥാടന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ സാധാരണഗതിയിലുള്ള തിരക്കാണ് നിലവിൽ ശബരിമലയിലുള്ളത്. ഇന്നലെ വലിയ തീർത്ഥാടകരുടെ തിരക്ക് ഉണ്ടായിരുന്നു. 10ാം ദിവസമായി ഇന്നലെ 95,000 തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തി എന്നതാണ് പോലീസിന്റെ ഔദ്യോഗികമായ കണക്ക്. സന്നിധാനത്ത് ഇന്നലെയും അതിന്റെ മുൻപത്തെ ദിവസവും തിരക്ക് കൂടിയതോടുകൂടിയാണ് സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത്. 5,000 പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. ആ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടുകൂടി സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കുറച്ച് സമയം ഈ നടപ്പന്തലിലും മരക്കൂട്ടത്തിലും നിൽക്കേണ്ടി വന്നെങ്കിൽ പോലും സുഗമമായ ദർശനം തീർത്ഥാടകർക്ക് സാധ്യമാകുന്നുണ്ട്. ഈ 2 ദിവസമായി തീർത്ഥാടകരുടെ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ തിരക്ക് നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. ഇന്ന് 1 മണിക്കൂറിൽ 5,000-ന് മുകളിൽ തീർത്ഥാടകർ 18ാം പടി ചവിട്ടുന്നു എന്നതാണ് പോലീസിന്റെ ഔദ്യോഗികമായ കണക്ക്. ഇതുവരെ 20,000-ന് മുകളിൽ തീർത്ഥാടകർ ഇന്ന് മല ചവിട്ടിയിട്ടുണ്ട്. കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ തീർത്ഥാടകർക്ക് ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. സന്നിധാനത്തുൾപ്പെടെ വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കൂടി തുടക്കമാവുകയാണ്. ഇന്നലെ ചേർന്ന ദേവസ്വം ബോർഡ് യോഗം സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിന്റെ മെനു ഉൾപ്പെടെ പരിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പുതിയ മാറ്റങ്ങൾ സന്നിധാനത്ത് ഉണ്ടാവുകയാണ്. സന്നിധാനത്തിന് പുറമെ മറ്റ് ഇടത്താവളങ്ങളിലും ഈ മാറ്റങ്ങൾ ഉണ്ടാകും. പന്തളത്തും ചെങ്ങന്നൂരിലും അടക്കം കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഈ നിലയ്ക്കലിന് പുറമെ ചെങ്ങന്നൂരും സ്പോട്ട് ബുക്കിംഗ് ഇന്നോ നാളെയോ ആരംഭിക്കും. അങ്ങനെയെങ്കിൽ തീർത്ഥാടകർക്ക് ഈ ചെങ്ങന്നൂരിൽ ഉൾപ്പെടെ വന്ന് ഈ സ്പോട്ട് ബുക്ക് ചെയ്ത ദർശനത്തിന് എത്താൻ കഴിയും. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. കൃത്യമായി പോലീസും ദേവസ്വം ബോർഡും സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം നിയന്ത്രിച്ചുകൊണ്ടാണ് ഓരോ ഭക്തരെയും കടത്തിവിടുന്നത്. എന്തായാലും വളരെ സുഗമമായ രീതിയിൽ സുഖദർശനം തീർത്ഥാടകർക്ക് സന്നിധാനത്ത് സാധ്യമാകുന്നുണ്ട്. റിജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.